All new Toyota Urban Cruiser Hyryder. Let's have a quick walk around. Hi guys, welcome back to Subby Stills. Hope you all are doing well. പുതിയ Toyota Hyryder refreshed features ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. 28 km റേഞ്ച് വരെ മൈലേജ് Hyryder എത്തിയിട്ടുള്ളത് 3 ഫ്യൂൽ ഓപ്ഷൻസിലാണ്: പെട്രോൾ, CNG ആൻഡ് ഹൈബ്രിഡ്. മോസ്റ്റ് റെക്കമെൻഡഡ് വേർഷൻ എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണ്. ഇന്റലിജന്റ് ഇലക്ട്രിക് ഹൈബ്രിഡ് ടൊയോട്ടയുടെ തന്നെ ഇന്നോവേഷൻ കൂടിയാണ്. ബ്രോഡ് വേരിയൻസ് വരുന്നത് ES-GV ആണ്. എന്ന് പറയുന്നത് ബേസ് വേരിയന്റും V പറയുന്നത് ടോപ്പ് വേരിയന്റും ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അപ്ഡേറ്റഡ് വേർഷൻസിൽ ഫീച്ചേഴ്സ് വന്നതെന്ന് നോക്കാം. ടൊയോട്ട ലോഗോ ഇസ് ഹിയർ. സ്ലിം ആയിട്ടുള്ള ക്രോം ബാർ ഒരു ഐബ്രോ സ്റ്റൈൽ ലുക്കിൽ ബോണറ്റിന്റെ എഡ്ജിൽ അപ്ലൈ ചെയ്തിട്ട് കാണാം. ഇത് അക്രോസ് ദ ബോണറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹൈറൈഡറിന്റെ ബാഡ്ജിങ് ഇവിടെ മെൻഷൻ ചെയ്തിട്ട് കാണാം. ലൈറ്റ് സെറ്റപ്പിലോട്ട് വരുമ്പോൾ സ്പ്ലിറ്റ് ആയിട്ടുള്ള പ്രൊജക്ടഡ് LED ഹെഡ് ലാംപ്സ് ആണ് വന്നിട്ടുള്ളത്. ഓട്ടോ ഹെഡ് ലാമ്പ് ആണ്, കൂടാതെ ഫോളോ മീ ഫംഗ്ഷനും ഉണ്ട്. ഹെഡ് ലാമ്പിന് ചുറ്റും ഷാർപ്പ് ആയിട്ടുള്ള ക്രോം എലമെന്റ്സും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല ബോൾഡ് ആയിട്ടുള്ള ട്രെപ്പിസോഡിയൽ ലോവർ ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ഡ്യുവൽ സ്ട്രിപ്പ് LED DRLs വന്നിട്ടുണ്ട്. ഡ്യുവൽ ഫംഗ്ഷൻ ആണ്, ഇൻഡിക്കേറ്റർ ആയിട്ടും പെർഫോം ചെയ്യും. ലെങ്ത് ഈസ് 4.3 മീറ്റർ, വിഡ്ത്ത് 1.7 മീറ്റർ, ഹൈറ്റ് വന്നിട്ടുള്ളത് 1.6 മീറ്റർ ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത് 210 mm ആണ്. സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ Y ഷേപ്ഡ് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടും റിയറും ഡിസ്ക് ബ്രേക്സിലാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ടൊയോട്ട ലോഗോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വീൽ പ്രൊഫൈൽ വന്നിട്ടുള്ളത് 215/60R17 ആണ്. സ്ക്വയർ ടൈപ്പിൽ ക്ലാഡിങ് വീൽ ആർക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ട് കാണാം. ഇത് റിയർ വരെ പോയിട്ടുണ്ട്. ഇത് നല്ലൊരു പവർഫുൾ സ്റ്റാൻസ് ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ഡോർ ഹാൻഡിൽ വന്നിട്ടുള്ളത് ഈ ഒരു മോഡലിലാണ്. റിക്വസ്റ്റ് സെൻസർ വന്നിട്ടുണ്ട് ഡ്രൈവർ ആൻഡ് കോ പാസഞ്ചർ സൈഡിൽ. പുതിയ അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ HEVന്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ആണ് ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം വരുന്നത്. ഇതൊക്കെ ആക്സസറിന്റെ പാർട്ടാണ്. ORVM വന്നിട്ടുള്ളത് ഓട്ടോ ഫോൾഡ് ആണ്. 360 ഡിഗ്രി ക്യാമറയും ഇവിടെ പ്ലേസ് ചെയ്തിട്ട് കാണാം. ടേൺ ഇൻഡിക്കേറ്റർ ഈസ് ഹിയർ. ഒരു മെറ്റാലിക് ഫിനിഷിൽ റൂഫ് റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഈ റെയിൻ ഗാർഡ്സ് ഒക്കെ വന്നിട്ടുള്ളത് ആക്സസറിന്റെ പാർട്ടാണ്. സ്ലീക്ക് ആയിട്ടുള്ള ക്രോം ബാർ തേർഡ് വിൻഡോ വരെ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് കാണാം. ആക്സസറിന്റെ പാർട്ടായിട്ട് സൈഡ് സ്റ്റെപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിയർ പ്രൊഫൈലിലോട്ട് വരുമ്പോൾ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ സ്ലീക്ക് ആയിട്ടുള്ള C ഷേപ്ഡ് ടെയിൽ ലാമ്പാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോം എലമെന്റിന്റെ ബാറും അപ്ലൈ ചെയ്തിട്ട് കാണാം. അവിടെയാണ് ടൊയോട്ടയുടെ ബാഡ്ജിങ് വന്നിട്ടുള്ളത്. LED ടേൺ ഇൻഡിക്കേറ്ററും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല സ്പോർട്ടി ലുക്കിൽ ഡ്യുവൽ ടോൺ ബമ്പർ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സിൽവർ ആൻഡ് മെറ്റാലിക് ഫിനിഷ് ആണ് വന്നിട്ടുള്ളത്. 4 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ഇവിടെ കാണാൻ പറ്റും. റിവേഴ്സ് ക്യാമറ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ ഷാഫിൻ ആൻഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സ്പോയിലർ, ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, റിയർ ഡിഫോഗർ, റിയർ വൈപ്പർ. ഇവിടെ ഒരു ക്രോം എലമെന്റിന്റെ ബാറും ആക്സസറിന്റെ പാർട്ടായിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അർബൻ ക്രൂയിസർ ഹൈഡറിന്റെ ഒരു ബാഡ്ജിങ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റിഫ്ലക്ടർ യൂണിറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലേസിലാണ്. അതിന് ചുറ്റും ഒരു ക്രോം എലമെന്റും അപ്ലൈ ചെയ്തിട്ട് കാണാം. ടോപ്പ് ആൻഡ് വേരിയന്റ് ആയ V എന്നുള്ള ബാഡ്ജിങ്ങും HEVന്റെ ബാഡ്ജിങ്ങും നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ട് കാണാം. ഇന്ന് ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്യാം. മാഗ്നറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 373 ലിറ്റർ സൈസിലുള്ള ലാർജസ്റ്റ് ബൂട്ട് സ്പേസ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ലഗേജ് റൂം ലാമ്പ് ഇവിടെ ഹാലജനിൽ പ്രൊവൈഡ് ചെയ്തിട്ട് കാണാം. നല്ല ലാർജ് സൈസിലാണ് പാർസൽ ട്രേ ഓഫർ ചെയ്തിട്ടുള്ളത്. പുതിയ അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ ടയർ പഞ്ചർ കിറ്റ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. 120 വാട്ടിന്റെ ചാർജിങ് പോർട്ടും ഓഫർ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ബൂട്ട് സ്പേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ന് റിയർ സീറ്റിലോട്ട് വരാം. പുതിയ അപ്ഡേഷന്റെ ഭാഗമായിട്ട് സൺഷീൽഡും ഓഫർ ചെയ്തിട്ടുണ്ട്. സൺറൂഫ് സൺഷെയ്ഡിന്റെ തിക്നെസ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ G വേരിയന്റ് മുതൽ സൺറൂഫ് ഓഫർ ആക്കിയിട്ടുമുണ്ട്. മുന്നേ ടോപ്പ് എൻഡിലായിരുന്നു സൺറൂഫ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഫ്രണ്ട് ക്യാബിൻ ചെക്ക് ചെയ്യാം. റിയറിൽ കണ്ട സെയിം തീമിലാണ് ഫ്രണ്ട് വിൻഡോ പാനലും വന്നിട്ടുള്ളത്. അഡീഷണൽ ആയിട്ട് ORVM കൺട്രോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു ബ്ലാക്ക് പിയാനോ ഫിനിഷിന്റെ അകത്താണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓൾ പവർ വിൻഡോസ് ആണ്, ലോക്ക് അൺലോക്ക്. ബോട്ടിൽ ഹോൾഡറും ചെറിയൊരു സ്റ്റോറേജ് സ്പേസുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സ്പീക്കർ യൂണിറ്റിന്റെ ഒരു ഭാഗവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് 8-way ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് വന്നിട്ടുള്ളത്. സീറ്റ് വെന്റിലേഷനും ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് വെന്റിലേഷൻ എത്ര ലെവൽ വേണമെന്നുള്ളതും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സൈഡിൽ കുറച്ച് സ്വിച്ചസ് കാണാൻ പറ്റും. ഹെഡ് അപ്പ് ഡിസ്പ്ലേ, 360 ഡിഗ്രി ക്യാമറ, ഹെഡ് ലാമ്പ് ലെവലറും ഇവിടെ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഹൈബ്രിഡ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ കളറിലാണ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നൽകിയിട്ടുള്ളത്. സൈഡ് AC വെന്റ് ഇവിടെ പിയാനോ ബ്ലാക്ക് കളറിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ബ്രൗൺ കളറിന്റെ സോഫ്റ്റ് ടച്ചും നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിലോട്ട് വരുമ്പോൾ 2-സ്പോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ലെതർ റാപ്ഡ് ആണ്. സിൽവർ ഫിനിഷിംഗും നമുക്കിവിടെ കാണാൻ പറ്റും. ലെഫ്റ്റിൽ ഇൻഫോർടൈൻമെന്റ് കൺട്രോൾ, വോയിസ് കൺട്രോൾ, MID കൺട്രോൾ ആണ് വന്നിട്ടുള്ളത്. റൈറ്റിലാണ് ക്രൂയിസ് കൺട്രോൾ പൊസിഷൻ ചെയ്തിട്ടുള്ളത്. ടൊയോട്ട ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും. സ്റ്റിയറിംഗ് വീല് വന്നിട്ടുള്ളത് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ്.
ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലോട്ട് വരുമ്പോൾ 7-inch TFT MID ആണ് വന്നിട്ടുള്ളത്. ഇവിടെ സെറ്റിംഗ്സിൽ പോയാൽ കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. TPMS, ഡിസ്പ്ലേ, ആനിമേഷൻ, ഹെഡ്-അപ്പ് ഡിസ്പ്ലേ, ഫ്യൂൽ ഇക്കണോമി യൂണിറ്റ്, ലാംഗ്വേജ്, ടെമ്പറേച്ചർ. 2 ഡ്രൈവിംഗ് മോഡ്സ് ആണ് വന്നിട്ടുള്ളത്, EV മോഡ്, ഡ്രൈവ് മോഡ്. ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ തീമും ചേഞ്ച് ആകും. റൈറ്റ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ലെഫ്റ്റ് ഫോർ വൈപ്പർ കൺട്രോളും ആണ്. ഫുട്ട് ലിവറും ഫ്യൂൽ ലിവറും ഇവിടെയാണ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. 9-inch സൈസിലാണ് ടച്ച് സ്ക്രീൻ നൽകിയിട്ടുള്ളത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ അവൈലബിൾ ആണ്. നോർമൽ ഇന്റർഫിയറൻസിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇന്ന് കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്യൂൽ ഇക്കണോമി, റേഞ്ച്, ആവറേജ് സ്പീഡ്, കറന്റ് ഡ്രൈവ്, TPMS, എനർജി ഫ്ലോ, വെഹിക്കിൾ ഇൻഫർമേഷൻ. 4 സ്പീക്കറും 2 ട്വീറ്ററും ആണ് നൽകിയിട്ടുള്ളത്. 360 ക്യാമറ വ്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. നല്ല ഡീസന്റ് ക്വാളിറ്റിയിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. പിയാനോ ബ്ലാക്കിനകത്താണ് AC വെന്റ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഹസാർഡ് സ്വിച്ച് ഇവിടെ പൊസിഷൻ ചെയ്തിട്ട് കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് AC വരുന്നത്. ട്രാക്ഷൻ കൺട്രോളിന്റെ സ്വിച്ച് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ട് ചാർജിംഗ് സോക്കറ്റ് ഹിയർ, USB ചാർജിംഗ് പോർട്ടും കാണാൻ പറ്റും. വയർലെസ് ചാർജിംഗ് പാഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. 6 സ്പീഡ് AMT ട്രാൻസ്മിഷൻ ഈസ് ഹിയർ. അതിൻ്റെ സറൗണ്ടിങ്സിൽ ബ്ലാക്ക് പിയാനോ ഫിനിഷും അപ്ലൈ ചെയ്തിട്ട് കാണാം. മാനുവൽ ഹാൻഡ് ബ്രേക്ക്, ഡ്രൈവ് മോഡിൻ്റെ സ്വിച്ചും ഇവിടെ നൽകിയിട്ടുണ്ട്. EV മോഡ്, ഡ്രൈവ് മോഡ്, സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ചും അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് വെന്റിലേഷൻ എത്ര ലെവൽ വേണമെന്നുള്ളതും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 2 കപ്പ് ഹോൾഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. ലെതറേറ്റഡ് ആയിട്ടുള്ള സ്ലൈഡിംഗ് ആംബ്രസ്റ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാൻ പറ്റും. അല്ല അണ്ടർത്തെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് സീറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. സീറ്റ് അപ്പോൾസ്റ്ററി വന്നിട്ടുള്ളത് ലെതർ ആണ്. നല്ല ഗ്രാൻഡ് വ്യൂ കിട്ടുന്ന പാനോറമിക് സൺറൂഫ് ആണ് ഹൈറൈഡറിൽ ഓഫർ ചെയ്തിട്ടുള്ളത്. ടൊയോട്ട ഹൈറൈഡർ ഓൾ വീൽ ഡ്രൈവിലും അവൈലബിൾ ആണ്. സേഫ്റ്റിയിലോട്ട് വരുമ്പോൾ പുതിയ അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് 6 എയർ ബാഗ് ബേസ് വേരിയന്റ് മുതൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കൂടാതെ ABS വിത്ത് ABD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ ഹോൾഡ് കൺട്രോൾ, ഐസോഫിക് ചൈൽഡ് സീറ്റ്, 360 ക്യാമറ, ഇതൊക്കെയാണ് മെയിൻ സേഫ്റ്റി ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ ഉള്ളത്. എഞ്ചിനിലോട്ട് വരുമ്പോൾ 1.5 ലിറ്ററിന്റെ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 76 കിലോവാട്ട് പവറും 136 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഡെലിവറി ചെയ്യുന്നുണ്ട്. ട്രാൻസ്മിഷനിലോട്ട് വരുമ്പോൾ 5 മാനുവലും 6 AMTയിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തേത് വരുന്നത് 1.5 ലിറ്ററിന്റെ തന്നെ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 68 കിലോവാട്ട് പവറും 122 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഡെലിവറി ചെയ്യുന്നുണ്ട്. കൂടാതെ EC എഞ്ചിനും അവൈലബിൾ ആണ്. സ്ട്രോങ് ഹൈബ്രിഡിൽ മൈലേജ് ക്ലെയിം ചെയ്യുന്നത് 27.97 കിലോമീറ്ററും ന്യൂ ഡ്രൈവിൽ 19.21 കിലോമീറ്ററുമാണ്. CNGയിലോട്ട് വരുമ്പോൾ 26 കിലോമീറ്ററാണ് ക്ലെയിം ചെയ്യുന്നത്. 7 കളേഴ്സിലാണ് ഹൈറൈഡർ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് 4 ഡ്യുവൽ കളേഴ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ്. വാറന്റി വരുന്നത് 3 ഇയർ അല്ലെങ്കിൽ 1 lakh കിലോമീറ്റർ, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അപ് ടു 2 ഇയേഴ്സ് വരെ. പിന്നെ ബാറ്ററിക്ക് 8 ഇയേഴ്സോ അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററോ ആണ് ക്ലെയിം ചെയ്യുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് ബേസ് വേരിയന്റിന് 11.34 lakhs ആണ് എക്സ്ഷോറും, ടോപ്പ് എൻഡിലോട്ട് പോകുമ്പോൾ 19.99 lakhs ആണ് വരുന്നത്. ഇതാണ് ഹൈറൈഡറിന്റെ കീ വരുന്നത്. ടൊയോട്ട ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും. ലോക്ക് അൺലോക്ക് ഈസ് ഹിയർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹൈറൈഡർ ഹൈബ്രിഡിന്റെ V വേരിയന്റ് ഫീച്ചേഴ്സിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.